ധാരാളം ചെടികൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കയറാൻ പറ്റില്ല, 4 വശം ഫെൻസിങ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഒത്തിരി ചെടികൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ അവരെടുത്ത് പുറത്ത് കാണിച്ചു തരും. നമുക്ക് യഥേഷ്ടം ആവശ്യമുള്ളത് വാങ്ങിക്കാം. അപ്പോൾ അഗ്ലോണിമയുടെ നല്ലൊരു കളക്ഷനുണ്ട്. 180 രൂപയാണ് ഇതിൻ്റെ വില. പക്ഷേ അത് നോർമൽ റേറ്റാണ്, കുഴപ്പമില്ലാത്തൊരു റേറ്റാണത്. ഹായ് ഗൈസ്, ഷാഹിനാസ് റിയൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുമ്പിലാണ് കേട്ടോ. അതിവിശാലമായ ഏകദേശം 25 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു നഴ്സറിയാണിത്. ഗാർഡനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത ഏകദേശം 10,000-ന് മുകളിൽ വരുന്ന സ്വദേശികളും വിദേശികളുമായിട്ടുള്ള എക്സോട്ടിക് പ്ലാന്റ് ഉൾപ്പെടെയുള്ള ഫ്ലവറിങ് ചെടികൾ മുതൽ അലങ്കാര ചെടികൾ, വിവിധ ഇനം പഴച്ചെടികൾ, ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് എന്നിവ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം ഒരുക്കിയിട്ടുള്ള ഒരു ഗാർഡനാണിത്. തുടക്കത്തിൽ ഞാൻ ഈ ഗാർഡനിൽ വരുമ്പോൾ ഇത്രയേറെ കളക്ഷനൊന്നും കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ മികച്ച രീതിയിൽ മേക്ക് ഓവർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് വിശാലമായ കളക്ഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ വീഡിയോയിൽ ഇവിടെ വരാൻ അറിയാത്തവർക്കായി കുറച്ച് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ വന്ന് കയറുമ്പോൾ തന്നെ നഴ്സറിയുടെ പ്രധാന കവാടം കടക്കുന്നതിന് മുമ്പേ തന്നെ ഇവരുടെ ഒരു പവിലിയൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഡോർ പ്ലാന്റുകളാണ്. അതിനകത്ത് കലാത്തിയ, ഫിലോഡെൻഡ്രൻ, അഗ്ലോണിമ, അതുപോലെ കുറ്റിക്കുരുമുളകിൻ്റെ ചെറിയ തൈകൾ, അതുപോലെ മഞ്ചേരി കുള്ളംവാഴ, അതിൻ്റെ ഒരുപാട് തൈകൾ, പിന്നെ ടിഷ്യൂ കൾച്ചർ വാഴകളുടെ തൈകളൊക്കെ അതിനകത്ത് നിറയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ ഒരു ശേഖരം, മദർ പ്ലാന്റുകളൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ അത്യാവശ്യം നമ്മൾ നേരത്തെ കണ്ടതുപോലെ അത്യാവശ്യം ഒരുപാട് ചെടികളുണ്ട്. അതുപോലെ തന്നെ ഈ നഴ്സറിയിൽ നിന്നാണ് പുറത്തുള്ള ചെറിയ നഴ്സറികളിൽ ജില്ലയ്ക്കകത്തും ജില്ലയ്ക്ക് പുറത്തുമായിട്ട് ഒരുപാട് ലോറികളും ഒരുപാട് ആൾക്കാരും വന്ന് ഇവിടെ നിന്ന് ബൾക്കിന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അത്രയ്ക്ക് കളക്ഷനാണ് ഇതിനകത്തുള്ളത്. ഓരോ വർഷം പോകുന്തോറും നഴ്സറിയുടെ ആ ഒരു കളക്ഷൻ്റെ വലിപ്പം കൂടി വരികയാണ്. ശേഖരങ്ങളിങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഇത് ഗേറ്റിൻ്റെ പുറത്തുള്ള പവിലിയനാണ്. ആ പവിലിയനിൽ കാണുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അഗ്ലോണിമ തന്നെ, ചൈനീസ് റെഡ്, അതുപോലെ പിങ്ക്, അങ്ങനെ കുറേ ചെടികൾ ഇവിടെ കാണുന്നുണ്ട്. കലാത്തിയ, അതുപോലെ തന്നെ ക്രോട്ടൻ്റെ ബേബി പ്ലാന്റുകൾ ഇവിടെ തയ്യാറാക്കിയിട്ട് ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ ശരിക്കും ഓർക്കിഡ്, നല്ല ഓർക്കിഡ്, എല്ലാ ടൈപ്പ് ഓർക്കിഡും. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഓർക്കിഡിൻ്റെ മദർ പ്ലാന്റുകളാണ് കൂടുതലും ഉള്ളത്. കൂടാതെ നമ്മൾ അലങ്കാര ചെടികളായിട്ട് വെക്കുന്നതിൻ്റെ എല്ലാം മദർ പ്ലാന്റ് വലിയ മരങ്ങൾ കാണുന്നുണ്ട്, വലുതായിട്ട് നിൽക്കുന്നത്. നമ്മൾ ശരിക്കും ചട്ടികളിലാണ് അതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഭയങ്കരമായ മരങ്ങളായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് പ്ലാന്റ് വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്കുള്ള ഗാർഡൻ മാത്രമല്ല, ഇതൊരു മ്യൂസിയം കൂടിയാണ്. അത് അവർ എൻട്രൻസിലവിടെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, മലയാളി ഗാർഡൻ മ്യൂസിയം എന്ന്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ ഇത് ചുറ്റും നടന്ന് കാണാനും ശരിക്കും പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും അതുപോലെ ഒരു ഉല്ലാസമായിട്ട് നമുക്ക് തിരിച്ചു പോകാനും പറ്റുന്ന ഒരു ഇടം കൂടിയാണ്. കുറേ സ്പെൻഡ് ചെയ്ത് നമുക്ക് ഉന്മേഷവാന്മാരായിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 10-25 ഏക്കർ വിശാലമായി കിടക്കുന്ന ഇതിൽ പേര് പറയും പോലെ തന്നെ, കുഴിപ്പള്ളം എന്ന് പറയും പോലെ തന്നെ കുഴിപ്പള്ളം കുഴി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് അവർ ആ ഭൂമി കിടക്കുന്നതിനനുസരിച്ച് റെഡിയാക്കി മനോഹരമാക്കി എടുത്തിട്ടുണ്ട്. തട്ടുകളായിട്ട് സ്റ്റെപ്പുകളായിട്ട് എടുത്തിട്ടാണ് ഇവിടെ ചെടികളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് നേരെ താഴേക്കിങ്ങനെ മുകളിൽ നിന്ന്, റോഡിൻ്റെ മുകളിൽ നിന്ന് വന്നിട്ട് താഴേക്കാണ് നമ്മൾ ഇറങ്ങി ഇങ്ങനെ ചെല്ലാനുള്ളത്. അപ്പം നല്ല വാഹന സൗകര്യമുള്ള റോഡൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നേരെ പോയാൽ നമ്മൾ ശരിക്കും നഴ്സറിയുടെ മെയിൻ ഭാഗത്തായിട്ട് എത്തും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ മരങ്ങൾ ഓർണമെൻ്റൽ പ്ലാന്റുകളുടെ മദർ പ്ലാന്റുകളാണ്. പോട്ടിലൊക്കെ നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുന്ന അത് ഇതിൻ്റെ അകത്തുനിന്ന് ബേബി പ്ലാന്റ് ഉണ്ടാക്കിയിട്ടാണ് അവരെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ചരിഞ്ഞ് കിടക്കുന്ന ഈ സ്ഥലങ്ങളിൽ കുന്നിങ്ങനെ ചരിഞ്ഞ് വന്നിട്ടാണ് ഈ നഴ്സറിയിലേക്ക് ഇറങ്ങി വരുന്നത്. ആ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഗ്രാസിൻ്റെ
വീടുകളൊക്കെ മുറ്റമിടാൻ ഉപയോഗിക്കുന്ന ഗ്രാസിൻ്റെ മാറ്റുകൾ കട്ട് ചെയ്ത് ഇങ്ങനെ നിരത്തിയിട്ടിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ആവശ്യക്കാർ വന്ന് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകും. ഒരു മാറ്റിന് 100 രൂപയാണ്. കട്ട് ചെയ്തിട്ടിട്ടുള്ള ഒരു മാറ്റിന് 100 രൂപയാണ്. അപ്പോൾ അതിങ്ങനെ ഒത്തിരി സ്ഥലത്ത്, ഒരുപാട് സ്ഥലത്ത് നമ്മളിങ്ങനെ നിന്ന് നോക്കുമ്പോൾ കണ്ണെത്താ ദൂരം വരെ ഈ മാറ്റുകൾ ഇങ്ങനെ അടുക്കി ഒരുപാട് സ്ഥലത്തിട്ടിട്ടുണ്ട്. പിന്നെ റോഡിൻ്റെ ഒരു വശത്തെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. മറ്റേ വശത്തെ വീഡിയോ എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സൈഡ് തന്നെ കവർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് അകത്തുള്ള പ്ലാന്റുകളുടെ ഡിസ്പ്ലേ റോഡിൻ്റെ ഇരുവശത്തും വരുന്ന കാഴ്ചക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ വലിയ മാവുകൾ, കായ്ച്ചിട്ടുള്ള മാവുകളുണ്ട്, പ്ലാവുകളുണ്ട്. അതുപോലെ തന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സുകളുടെ ഒരു ശ്രേണി തന്നെ അവിടെ ഉണ്ട്. കൂട്ടത്തിൽ കാക്ടസ്, സക്ലൻ്റ് അതിൻ്റെയൊക്കെ ഒരു ശേഖരം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ കവറുകളിലാണ് വലിയ പ്ലാന്റുകൾ. അതുപോലെ തന്നെ അരേക്ക പാമ്പിൻ്റെ പ്ലാന്റുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി തുടങ്ങുന്നതെന്ന് പറയുന്നത് രണ്ടാമത്തെ സെഗ്മെൻറ്റാണ്. ആ സെഗ്മെൻറ്റ് മഴമറ പോലെ, പവിലിയൻ പോലെ കെട്ടിയിരിക്കുന്ന ആ സെഗ്മെൻറ്റിനകത്തുള്ളത് ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു ശേഖരമാണ്. അപ്പം നമുക്ക് ഇൻഡോർ പ്ലാന്റുകളുടെ ശേഖരമാണ്. ഇനി അത് ഞാൻ ആ ഒരു മഴമറയിൽ ആ സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഇത് മുഴുവനും ഇൻഡോർ പ്ലാന്റുകളാണ്. അപ്പോൾ ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ് നമുക്കൊന്ന് കാണാൻ പോകാം. അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റിൻ്റെ പുറത്ത് ഇത് ഇങ്ങനെ ഷെഡ് കെട്ടിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള വലിയ മാവുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇൻഡോർ പ്ലാന്റ് കാണാൻ പോകാം. ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുള്ളത് ബിഗോണിയ, ഫിലോഡെൻഡ്രൻ, കലാത്തിയ, അങ്ങനെ അതിൻ്റെ ഇൻഡോർ പ്ലാന്റുകളുടെ ഒരു സെഗ്മെൻറ്റാണ് ഈ കാണുന്നത്. അതുപോലെ ഈ ബിഗോണിയയുടെ കുറച്ച് വെറൈറ്റി ബിഗോണിയകളുണ്ട്. ബിഗോണിയയുടെ കുറേ ബേബി പ്ലാന്റ്സാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കലാത്തിയകളാണ് അടുത്ത് കാണുന്നത്. കലാത്തിയ, പിന്നെ പോത്തോസ്, ഫിലോഡെൻഡ്രൻ, അങ്ങനെയൊക്കെ ഒരുപാട് ഇൻഡോർ പ്ലാന്റുകളുണ്ട്. അതുപോലെ തന്നെ ഫേണുകളുടെ ഒരു ശേഖരമുണ്ട്. ബേർഡ് നെസ്റ്റ് ഫേൺ, അങ്ങനെയൊക്കെ ഉള്ളത് നല്ല കലാത്തിയകളുണ്ട്. കലാത്തിയ ചെറിയ ഈ കാണുന്ന അത്രയും വലുപ്പമുള്ള തൈകളാണ്. 250 രൂപ മുതലാണ് ഇതിൻ്റെ വില തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചെടിക്ക് 75 രൂപയാണ്. പിന്നെ ഫേണുണ്ട്. ഫേണിൻ്റെ ചെറിയ തൈയാണ്, വലിയ ഫേണാണ്, ബേർഡ് ഫേണാണ്, 200 രൂപയാണ്. പിന്നെ ഇതിൻ്റെ വെരിഗേറ്റഡ് കലാത്തിയ ഉണ്ട്. ഒരുപാട് ഐറ്റം ഉണ്ട്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കളക്ഷൻ ഇവിടെ ഉണ്ട്. ഉണ്ടോ? എന്തോരം കളക്ഷനാണെന്നറിയാം. കലാത്തിയ റോസിയ 200 രൂപ അല്ല കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ട്. കണ്ട, ബില്ലീനിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ്. അതിൻ്റെ വില 450 രൂപയാണ്. ഇത് 60 രൂപയാണ്. ഉണ്ടോ? ഒരുപാട് കളക്ഷനാണ് ഇതിനകത്ത്. ഇത് നമ്മുടെ സാധാരണ ഫിലോഡെൻഡ്രൻ, കലാത്തിയുടെയും ഫിലോഡെൻഡ്രൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ പോത്തോസിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർമെലൻ, ഫിലോനിയ എന്ന് പറഞ്ഞ ഹാങ്ങിങ് ചെടികളും കുറേ ഇവിടെ തൂക്കിയിട്ടുണ്ട്. വിവിധയിനം പോത്തോസും അതുപോലെ തന്നെ വാട്ടർമെലൻ, ഫിലോനിയ, അതുപോലെ ജേഡ് പ്ലാന്റ്, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇവിടെ തൂക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല കളക്ഷൻ എനിക്ക് തോന്നിയത് കലാത്തിയുടെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷന്, നല്ല സ്പീഷീസിൽപ്പെട്ട കലാത്തിയും അതുപോലെ ഫിലോഡെൻഡ്രൻ്റെ നല്ല കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന കളക്ഷൻസിലൊരു 7 ഫിലോഡെൻഡ്രൻ എനിക്ക് എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം തോന്നുന്നുണ്ട് വാങ്ങാൻ. എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് നോക്കി കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്, മേടിച്ചുകൊണ്ട് പോവും. എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ കലാത്തിയൊക്കെ കാണാൻ. പുറം ഒരു ബ്രൗൺ കളറും അടിഭാഗം നോക്കിയാൽ മെറൂണായിട്ടൊക്കെ നല്ല രസമുള്ള ഫിലോഡെൻഡ്രൻസാണ്.
ഇതിനൊക്കെ നോർമലി നല്ല ഈ ഇൻഡോർ പ്ലാന്റുകൾക്കൊക്കെ നല്ല വില അവർ മേടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മിതമായ വിലയായിട്ട് തോന്നിയത് അഗ്ലോണിമയും അതുപോലെ ബിഗോണിയയുടെയും ചെടികളുടെ വിലകളാണ് കുറച്ച് ഇതായിട്ട് തോന്നിയത്. നമ്മൾ ഓൺലൈനിൽ നിന്ന് വരുത്തുന്നതിനേക്കാളും കുറച്ചുകൂടി നോക്കിയെടുക്കാൻ പറ്റുന്നതും, അതുപോലെ ഓൺലൈനിലൊരു അഗ്ലോണിമ ഏറ്റവും കോമൺ ആയിട്ടുള്ള അഗ്ലോണിമ പോലും ഒരെണ്ണത്തിന് 250 രൂപ മുതലുണ്ട്. പിന്നെ ഈ കാണുന്ന ഫിലോഡെൻഡ്രൻ്റെ പൂവെന്ന് പറയുന്നത്, കലാത്തിയുടെ പൂവെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. എല്ലാ കലാത്തിക്കും പൂവുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുള്ള പൂ ഞാൻ ഇതിലാണ് കണ്ടിട്ടുള്ളത്. ശരിക്കും റെയിൻ ലില്ലിയോ ആമ്പലോ ഒക്കെ പോലിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരുപാട് കാലം നിൽക്കുന്ന പൂവാണിത്. ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ ഇങ്ങനെ നിൽക്കും. നമ്മുടെ പടരുന്ന ഒരു സിങ്കോണിയാണ്, സിങ്കോണിയത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. സിങ്കോണിയാണ്, ഫിലോഡെൻഡ്രൻ സിങ്കോണിയ അല്ല, ഫിലോഡെൻഡ്രൻ ആണ്. അതൊരു തരം ഫിലോഡെൻഡ്രൻ ആണ്. പിന്നെ ഇത് ഒരു ടൈപ്പ് മോൺസ്റ്റേറയാണ്. ഈ ചെടികളൊക്കെ ഇതൊക്കെയാണ് പേര്, വായിക്കൊള്ളാത്ത പേരുകളാണ്, ചെറിയ പേരുകളൊന്നും അല്ല. ഫിലോഡെൻഡ്രൻ ആണ്. ഫിലോഡെൻഡ്രൻ്റെ കളക്ഷൻ കുറേ ഉണ്ട് ഇവിടെ. പലയിടത്തായിട്ട് പല ടൈപ്പിലുള്ള ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേരിഗേറ്റഡ് കലാത്തിയാണ്. പിന്നെ ഈ ലോങ്ങി ലോബ എന്ന് പറഞ്ഞിട്ടുള്ള ആനച്ചെവിയൻ പ്ലാന്റാണിത്. അതിൻ്റെ വിലയൊക്കെ പോയിക്കുന്നത്. ഈ ചെടി ഒരു ചെറിയ പൊട്ട് എന്താ വില? ചെറിയ പൊട്ട് വിലയൊക്കെ മാഞ്ഞു പോയിരിക്കും. 60? ഇത് താഴോട്ട് വെക്കുന്നതല്ലല്ലോ, വിൽക്കാൻ വെച്ചേക്കുന്നതല്ലല്ലോ അല്ലേ, ഇത് ഉള്ളത് തന്നെ. അപ്പം ഇവിടെയൊക്കെ കുറേ കലാത്തി ഉണ്ട് കേട്ടോ. ഇത് തന്നെയല്ലേ ഇരിക്കുന്ന തൈയും? ഓക്കെ, കുറേ ഉണ്ട്. അപ്പം എൻ്റെ ചെറിയ ചെടി 50 രൂപയുള്ളെന്ന് പറയുന്നു. അതുകൂടെ ഇവിടെ ഉണ്ട്. പോകുന്ന സമയത്ത് താഴേക്ക് വരാം. ഒരു ഭംഗിയാണെന്നറിയോ, എന്തൊരു അറേഞ്ച്മെൻ്റ് ആണെന്നറിയോ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ. പിന്നെ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങനെ ഒരുപാട് ഞാനിപ്പോൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഒരുപാട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം. ചെടികൾ ഉണ്ടോ, താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് താഴേക്ക് ഇങ്ങനെ വരണം. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഭൂമി, ഇതൊരു മല പോലെയാണ്, ഭൂമി കിടക്കുന്ന അനുസരിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, സ്റ്റെപ്പായിട്ട്. ഇത് സ്ട്രൈപ്പ് കലാത്തിയാണ്. അതിൻ്റെ വില ഒരു വലിയ പോട്ടിന്, ആ കാണുന്ന പോട്ടിന് 350 രൂപയാണ്. അപ്പോൾ ഏതാണ്ട് വൈകുന്നേരം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വീണ്ടും വരുവാണ്. അവിടെയും കലാത്തിയുടെ വേറൊരു വെറൈറ്റിയാണ് ഇരിക്കുന്നത്. കണ്ടോ, നല്ല മനോഹരമായിട്ടുള്ളൊരു കലാത്തിയാണ് അവിടെ ഇരിക്കുന്നത്. കണ്ട, നല്ല രസമുണ്ട്. പക്ഷെ അതെനിക്ക് കയറാൻ, എൻ്റെ പേരെനിക്കറിയില്ല, കയറി നോക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ താഴോട്ട് പോവുകയും ചെയ്യും. ഇനി അവിടെ നിന്ന് വന്നാൽ ഇത് ഫേണുകളാണ്, നമ്മുടെ നെസ്റ്റ് ഫേൺ എന്ന് പറയുന്നതാണ്. പിന്നെ ഇതും കലാത്തിയുടെ വെറൈറ്റിയാണ്. ഉണ്ടോ? പിന്നെ ഇവിടെ കുറേ ബിഗോണിയ, കെയിൻ ബിഗോണിയയാണ്. കെയിൻ ബിഗോണിയയുടെ റോസ് കളറാണ്. പിന്നെ അല്ലാത്ത ബിഗോണിയ ഉണ്ട്. ഉണ്ടോ, ബിഗോണിയയുടെ കളക്ഷൻ. ഇതും കെയിൻ ബിഗോണിയാണ്, അരിക് കറുത്തിട്ടുള്ള ബിഗോണിയ. ഇതും ഒരു ടൈപ്പ് ബിഗോണിയയാണ്.
പിന്നെ ഇതൊരു ബിഗോണിയാണ്. ബിഗോണിയുടെ കുറച്ച് എല്ലാം ഇല്ല എങ്കിലും കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ബിഗോണിയുണ്ട്. ഇതൊക്കെ ബേബി പ്ലാന്റ്സുകളാണ്. ഇപ്പം ഈ പോട്ടിലൊക്കെ ഇരിക്കുന്നതിന് 50 രൂപയാണ് വില. എല്ലാം ബെഗോണിയാണ്. പിന്നെ ആഫ്രിക്കൻ വയലറ്റാണ് ഇരിക്കുന്നത്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ ബേബി പ്ലാന്റ്സുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബിഗോണിയാസിൻ്റെ വീണ്ടും കളക്ഷനാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത്. വലിയ ബിഗോണിയയുടെ കളക്ഷനുണ്ട്. ഇവിടെ ഉള്ളത് ആന്തൂറിയത്തിൻ്റെ കളക്ഷൻസാണ്. റെഡ് കളറും വൈറ്റ് കളറും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു പിങ്ക് കളർ കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സക്കലൻറ്റും കാക്ടസും ആണ് കൂടുതലുള്ളത്. സക്കലൻറ്റിൻ്റെ ഒരു ഏരിയയാണിത്. അതുപോലെ ഹാങ്ങിങ് പോട്ടുകളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സുകളുണ്ട്. ഹാങ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട്. സക്കലൻസ് ഒക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. കണ്ടോ, നമ്മുടെ സാൻസവേരിയയാണ്. സാൻസവേരിയയുടെ വേറൊരു ടൈപ്പാണ്. നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പല്ല ഇത്. സാൻസവേരിയ ഇത് സിങ്കോണിയാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സിങ്കോണിയം. പിന്നെ പോത്തോസ്, കോമൺ ആയിട്ടുള്ള പോത്തോസ്, അതുപോലെ തന്നെ കലേഡിയം, നാടൻ കലേഡിയം ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ പൊതുവേ സക്കലൻറ്റിനും കാക്ടസിനും ഒക്കെ നല്ല വിലയാണ്. റീസണബിളായിട്ട് ഞാൻ കണ്ടത് റോസിനാണ് വില കുറവ്. ഇതൊരു അഗ്ലോണിമയാണ്. ഈ അഗ്ലോണിമ 80 റുപ്പീസ്. മോശമല്ല, നല്ല അഗ്ലോണിമയാണ്. 80 റുപ്പീസാണ് ഇതിൻ്റെ വില. പിന്നെ അരേക്ക പ്ലാന്റ്സുകൾ കുറേ ടൈപ്പുണ്ട്. ഇതൊക്കെ അരേക്ക പ്ലാന്റ്സുകളാണ്. ഇതൊക്കെ ഓർണമെൻ്റൽ പ്ലാന്റ് ഇൻഡോർ വെക്കുന്നതാണ്. ഈ സൈഡിലേക്ക് വന്നാൽ അഗ്ലോണിമയുടെ പല വെറൈറ്റി ഉണ്ട്. അതുപോലെ മോൺസ്റ്റേറ ഉണ്ട്. അതുപോലെ പെപ്പറോമിയ ഉണ്ട്. മോൺസ്റ്റേറ, അഗ്ലോണിമ വൈറ്റ് ഉണ്ടോ. ഇതൊക്കെ നല്ല വിലയുണ്ട്. 250 രൂപയാണ് ഇതിനൊക്കെ. ഇത് 175 രൂപയാണ്. ഈ പോട്ടിലിരിക്കുന്ന ഈ ടൈപ്പ് ചെടികൾക്കൊക്കെ 125 രൂപ. പിന്നെ പിങ്ക് ലെഗസി 200 രൂപയാണ്. ഗ്രീൻ അതിൻ്റെ പേര് വ്യക്തമല്ല. പിന്നെ ഇത് ട്രയാൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന് 400 രൂപയാണ് കേട്ടോ. അഗ്ലോണിമ ലവേഴ്സിന് വന്നാൽ കുറേ കളക്ഷൻ ഇവിടെ ഉണ്ട്. അഗ്ലോണിമ കളക്ഷൻ കിട്ടുന്നവർക്ക് ഇവിടെ ഉണ്ട്. ലെഗസിക്കൊക്കെ നല്ല വിലയുള്ളതാണ്. നല്ല പ്ലാന്റാണ് ലെഗസി. പിന്നെ ഈ കാണുന്നതൊക്കെ കാക്ടസ് ആണ്. യൂഫോബിയ ഇതൊരു കാക്ടസ് ആണ്. ഇത് അഗ്ലോണിമയുടെ വെറൈറ്റിയാണ്. അഗ്ലോണിമ ചൈനീസ് പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇരിക്കുന്നത്. പിന്നെ കുറേ ഉണ്ട്.
അഗ്ലോണിമകളുടെ വെറൈറ്റിയാണ് ഇതൊക്കെ. കണ്ടോ, അവിടെയൊക്കെ ഇരിക്കുന്നത് മുഴുവൻ സാൻസവേരിയയുടെ പല വെറൈറ്റി ഉണ്ട്. പിന്നെ ഇതൊരു കാക്ടസ് ആണ്. കാക്ടസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഇനമാണ്. ഇതിനൊരു പേരുണ്ട്, ഹവാർത്തിയ. ഇതിൻ്റെ വില 300 രൂപയാണ്. ഇതുണ്ട്, ഇതൊരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ചുവന്ന കളറിലുള്ള ബട്ടർഫ്ലൈ ആണ് ഇത്. ഇതിന് 100 രൂപയാണ് ഇതിൻ്റെ വില. അതുപോലെ തെറ്റി, പലയിനം തെറ്റികളുണ്ട്. പിന്നെ ആസ്പരാസിൻ്റെ ചെറിയ തൈയാണിത്. ഇതിന് 100 രൂപയുള്ളൂ ആസ്പരാസിൻ്റെ ചെറിയ തൈക്ക്. അതുപോലെ പീസ് ലില്ലി, പൂ പിടിച്ച് നിൽക്കുന്ന പീസ് ലില്ലി ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പൂ പിടിച്ച് നിൽക്കുന്നത് കണ്ടോ. ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പീസ് ലില്ലികളാണ് ഇതെല്ലാം. പിന്നെ അവിടെയൊക്കെ മോൺസ്റ്റേറ ഉണ്ട്. പിന്നെ ഈ ഒരു ചെടിക്ക് 8000 രൂപയാണ് അവർ വില വെച്ചിരിക്കുന്നത് കണ്ടോ. ബോൺസായി ആയിട്ട് വളർത്തിയിട്ടുള്ള ചെടിക്കൊക്കെ നല്ല വിലയാണ്. ഇത് കലാഞ്ചിയോ ആണ്. കലാഞ്ചിയോ ഏത് കളർ പോവാന്നറിയത്തില്ല, ഫ്ലവർ ഇല്ല. ജേഡ് പ്ലാന്റ് ഉണ്ട്. കലാഞ്ചിയോ 100 രൂപയാണ് ഇവിടെ വില വെച്ചിരിക്കുന്നത്. ഇതും കാക്ടസിൽ പെട്ട ചെടികളാണ്. ചെറിയ പ്ലാന്റ്സ് ആണ്, ചെറിയ പോട്ടുകളിലിരിക്കുന്നത്. 100 രൂപയാണ് ഇതിൻ്റെയൊക്കെ വില. കാക്ടസ് 50. പിന്നെ ബോൾ കാക്ടസ് ഇത് കാക്ടസിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. പിന്നെ സാൻസവേരിയയുടെ പല ടൈപ്പിലുള്ളതാണ് ഇരിക്കുന്നത്. സാൻസവേരിയ. പിന്നെ ഡ്രാഗൺ പോലെ ഇരിക്കുന്ന ഡ്രാഗൺ ആണോ എന്നറിയില്ല. അത് കാക്ടസ് വിഭാഗത്തിലെ വേറൊരു തരം ചെടിയാണ്. ഓർക്കിഡിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഓർക്കിഡിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്. സിയാം തുളിപ്പ് എന്ന് പറയുന്നൊരു പ്ലാന്റാണിത്. തുളിപ്പ് പ്ലാന്റുകളാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് സിയാം തുളിപ്പെന്നാണ്. 250 രൂപയാണ് ഇതിൻ്റെ വില. നല്ല ഭംഗിയുള്ള ചെടികളാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഈ നഴ്സറിയെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ തരാമെന്ന് പറഞ്ഞിരുന്നു. ഈ നഴ്സറി തിരുവനന്തപുരം ജില്ലയിലുള്ള ബാലരാമപുരം പൂവച്ചൽ പോകുന്ന വഴിക്കുള്ള ഒരു നഴ്സറിയാണ്. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് ഈ നഴ്സറിയുടെ പേര്. കാർ ഡ്രൈവിൽ ചെയ്യുവാണെങ്കിൽ 41 കിലോമീറ്റർ, ബൈക്ക് ഡ്രൈവ് ആണെങ്കിൽ ഒരു 38-39 കിലോമീറ്ററിനകത്ത് ചെല്ലാം. പിന്നെ ഇവിടെ നിന്ന് ബാലരാമപുരത്തേക്കുള്ള ബസ് മുക്ക് വഴി പോകുന്ന ബസ്സിൽ കയറിയാൽ ഈ നഴ്സറിയുടെ അടുത്തായിട്ട് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ നഴ്സറിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ തീർന്നിട്ടില്ല. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.